ബ്രിട്ടനിൽ വീണ്ടും ഒരു വലിയ രാഷ്ട്രീയ ട്വിസ്റ്റ് ഉണ്ടാവുകയാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പ്രധാനമന്ത്രിമാർ മാറുന്നത് നമ്മൾ കണ്ടിരുന്നു. പക്ഷേ ഇത്തവണത്തെ മാറ്റം വെറും ഒരു ലീഡർഷിപ്പ് ചേഞ്ച് അല്ല. ബ്രിട്ടനെ മുഴുവൻ റീവയർ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് പുതിയ നേതാവ് എത്തുന്നത്. അതെ, പ്രധാനമന്ത്രി കിയർ സ്റ്റാമറിന് പകരം ആന്റി ബേൺഹാം ബ്രിട്ടന്റെ പുതിയ പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങുകയാണ്. 40 വർഷത്തെ ചരിത്രത്തിൽ ബ്രിട്ടൻ കാണാത്ത അത്ര വലിയ മാറ്റത്തിനാണ് അദ്ദേഹം തുടക്കമിടുന്നത്. ആരാണ് ഈ ആന്റി ബേൺഹാം? എന്തുകൊണ്ടാണ് ലേബർ പാർട്ടി സ്റ്റാമറിന് പകരം ഇദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്? ഇന്ത്യ UK ബന്ധത്തിന് ഇതിന്റെ അർത്ഥം എന്താ പരിശോധിക്കാം. UK ചരിത്രത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടയിലെ 7ാമത്തെ പ്രധാനമന്ത്രിയാണ് ആന്റി ബേൺഹാം. പക്ഷേ ഇദ്ദേഹത്തിന്റെ പവർ സ്റ്റേഷൻ ലണ്ടൻ അല്ല, മറിച്ച് നോർത്തേൺ ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ നഗരമാണ്. 2017 മുതൽ 2026 വരെ അദ്ദേഹം ഗ്രേറ്റർ മാഞ്ചസ്റ്ററിന്റെ മേയർ ആയിരുന്നു. കിയർ സ്റ്റാമറുടെ നേതൃത്വത്തിലുള്ള ലേബർ ഗവൺമെന്റ് സാമ്പത്തിക പ്രതിസന്ധികൾ കൈകാര്യം ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതോടെ പാർട്ടിക്കുള്ളിൽ വൻ അസംതൃപ്തി പുകഞ്ഞിരുന്നു. അവിടെയാണ് ആന്റി ബേൺഹാം തന്റെ മാസ്റ്റർ പ്ലാൻ കളിച്ചത്. ഒരു മേയർക്ക് നേരിട്ട് പാർട്ടി ലീഡറോ പ്രധാനമന്ത്രിയോ ആകാൻ പറ്റില്ല. അതുകൊണ്ട് വെറും ഒരു മാസം മുൻപ് അദ്ദേഹം ഒരു പാർലമെന്റ് സീറ്റിലേക്ക് നടന്ന ബൈ ഇലക്ഷനിൽ മത്സരിച്ച് ജയിച്ചു. ലണ്ടൻ പാർലമെന്റിൽ തിരിച്ചെത്തിയതിന് തൊട്ടു പിന്നാലെ കിയർ സ്റ്റാമർ രാജി പ്രഖ്യാപിക്കുകയും ചെയ്തു. ലേബർ പാർട്ടിയുടെ 403 MPമാരിൽ 379 പേരുടെയും വമ്പൻ സപ്പോർട്ടോടെയാണ് ബേൺഹാം പാർട്ടി ലീഡറായും പുതിയ പ്രധാനമന്ത്രിയായും തിരഞ്ഞെടുക്കപ്പെട്ടത്. ഒരൊറ്റ മാസം കൊണ്ട് മേയർ പദവിയിൽ നിന്ന് രാജ്യത്തിന്റെ ഭരണതലവനായിട്ടുള്ള ഈ ഒരു മാസ് എൻട്രി ബ്രിട്ടീഷ് രാഷ്ട്രീയത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ബേൺഹാമിന്റെ ആ റീവയർ ബ്രിട്ടൻ പദ്ധതിയെ കുറിച്ചൊന്ന് പറയാം. ഇത്രയും കാലം ബ്രിട്ടനിലെ എല്ലാ പവറും കൺട്രോൾ ചെയ്തിരുന്നത് ലണ്ടനിലെ വെസ്റ്റ് മിനിസ്റ്റർ ആയിരുന്നു. എന്നാൽ ബേൺഹാം പറയുന്നത് ലണ്ടൻ കേന്ദ്രീകൃതമായ ഈ ഒരു ഭരണം മാറണം, അധികാരം പ്രാദേശിക റീജിയൻസിലേക്ക് മാറണമെന്നാണ്. ഇതിന്റെ ഭാഗമായിട്ട് അദ്ദേഹം പ്രഖ്യാപിച്ച ഏറ്റവും വലിയ വിപ്ലവകരമായ നീക്കമാണ് നമ്പർ 10 നോർത്ത്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസിന്റെ, അതായത് 10 ഡൗണിംഗ് സ്ട്രീറ്റിന്റെ ഒരു വമ്പൻ ബ്രാഞ്ച് ഓഫീസ് അദ്ദേഹം മാഞ്ചസ്റ്ററിൽ സ്ഥാപിക്കാൻ പോകുന്നു. അതായത് ഭരണം ഇനി ലണ്ടനിൽ മാത്രം ഒതുങ്ങുന്നില്ല, UKയുടെ വടക്കൻ മേഖലകളിലേക്കും അധികാരം ഒഴുകും. ഇതുകൂടാതെ വൻതോതിൽ കൗൺസിൽ ഹൗസസ് നിർമ്മിക്കുമെന്നും പബ്ലിക് ട്രാൻസ്പോർട്ടും ഇൻഫ്രാസ്ട്രക്ചറും കൂടുതൽ ജനകീയമാക്കുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 1980കളിൽ മാർഗരറ്റ് താച്ചർ കൊണ്ടുവന്ന കടുത്ത വലതുപക്ഷ സാമ്പത്തിക നയങ്ങൾക്ക് ശേഷമുള്ള ഏറ്റവും വലിയ റീസ്ട്രക്ചറിംഗ് ആയിരിക്കും ഇതെന്നാണ് ബേൺഹാം അവകാശപ്പെടുന്നത്. UKയിൽ ഒരു പുതിയ ഭരണാധികാരി വരുമ്പോൾ നമ്മൾ ഇന്ത്യക്കാർക്ക് അറിയേണ്ടത് ഒരൊറ്റ കാര്യമാണ്: നമ്മുടെ ഇന്ത്യ UK റിലേഷൻഷിപ്പിനെ ഇത് എങ്ങനെ ബാധിക്കുമെന്നുള്ളത്. സ്ട്രാറ്റജിക് വിദഗ്ധരും ഇന്റർനാഷണൽ റിലേഷൻസ് എക്സ്പേർട്സും നൽകുന്ന സൂചനകൾ വളരെ പോസിറ്റീവാണ്. ആന്റി ബേൺഹാം പ്രധാനമന്ത്രിയാകുന്നതോടെ ഇന്ത്യയും UKയും തമ്മിലുള്ള ബന്ധം കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. കാരണം മറ്റൊന്നുമല്ല, മാഞ്ചസ്റ്റർ മേയർ ആയിരുന്ന സമയത്ത് തന്നെ ബേൺഹാം ഇന്ത്യയുമായിട്ട് വളരെ അടുത്ത ബിസിനസ് സൗഹൃദം പുലർത്തിയിരുന്ന വ്യക്തിയാണ്. 2023 അദ്ദേഹം ഇന്ത്യയിലേക്ക് ഒരു വലിയ ബിസിനസ് ഡെലിഗേഷനെ നയിച്ചു വന്നിരുന്നു. മുംബൈ, ബംഗളൂരു തുടങ്ങിയ നഗരങ്ങൾ സന്ദർശിച്ച് ഹെൽത്ത് കെയർ, ഡിജിറ്റൽ ടെക്നോളജി, വിദ്യാഭ്യാസം എന്നീ മേഖലകളിൽ വൻ നിക്ഷേപങ്ങൾ ഉറപ്പാക്കാൻ അദ്ദേഹം മുന്നിലുണ്ടായിരുന്നു. കൂടാതെ UKയിലെ ഇന്ത്യൻ ഡയസ്പോറ, അതായത് അവിടെയുള്ള ഇന്ത്യൻ കമ്മ്യൂണിറ്റിയുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ് അദ്ദേഹത്തിനുള്ളത്. അതുകൊണ്ട് തന്നെ വർഷങ്ങളായി ചർച്ചകളിൽ ഇരിക്കുന്ന ഇന്ത്യ UK ഫ്രീ ട്രേഡ് എഗ്രിമെന്റ് എത്രയും വേഗം ഒപ്പിടാൻ ബേൺഹാം മുൻകൈ എടുക്കുമെന്നാണ് സ്ട്രാറ്റജിക് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഇന്ത്യയിലെ ഇൻഫർമേഷൻ ടെക്നോളജി, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾക്ക് ഇത് വലിയൊരു ബൂസ്റ്റ് ആയിരിക്കും. കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഈസി ആണെന്ന് തോന്നാമെങ്കിലും ആന്റി ബേൺഹാമിന് മുന്നിലുള്ളത് പൂമത്തെയല്ല, മറിച്ച് വലിയ വെല്ലുവിളികളാണ്. ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം കഴിഞ്ഞ 20 വർഷമായിട്ട് UKയുടെ ഇക്കണോമി വളരെ മന്ദഗതിയിലാണ്. കടബാധ്യതകൾ വളരെ കൂടുതലാണ്. വലിയ തോതിൽ പുതിയ തുക വായ്പ എടുക്കാൻ മാർക്കറ്റ് അനുവദിക്കില്ല. അതുകൊണ്ട് ജനപ്രിയ പദ്ധതികൾ നടപ്പിലാക്കണമെങ്കിൽ അദ്ദേഹത്തിന് നികുതി വർദ്ധിപ്പിക്കേണ്ടി വരും. അത് ജനങ്ങളെ കൂടുതൽ പ്രകോപിപ്പിച്ചേക്കാം. ഈ രാഷ്ട്രീയ മാറ്റത്തെക്കുറിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പോലും പ്രതികരിച്ചു. പ്രത്യേകിച്ച് നോർത്ത് സീ ഓയിൽ സംബന്ധിച്ച് ബേൺഹാമിന്റെ സമീപനത്തെ അദ്ദേഹം സ്വാഗതം ചെയ്തതായിട്ട് റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ ബേൺഹാം പുതിയ ഓയിൽ എക്സ്പ്ലോറേഷൻ ലൈസൻസസ് നൽകുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല. ലേബറിന്റെ മുൻ വാഗ്ദാനങ്ങളും നിലവിലെ ഊർജ്ജ ആവശ്യങ്ങളും തമ്മിൽ ഒരു ബാലൻസ് കണ്ടെത്തേണ്ട സാഹചര്യമാണുള്ളത്. ബേൺഹാമിന് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ അനുഭവമുണ്ടെങ്കിലും വിദേശ നയരംഗത്ത് നേരിട്ടുള്ള പരിചയം താരതമ്യേന കുറവാണ് എന്ന് അനാലിസിസ് കാണിക്കുന്നുണ്ട്. എന്നിരുന്നാലും അദ്ദേഹം നേറ്റോയെ പിന്തുണയ്ക്കുന്നു, അതുപോലെ യുക്രൈനിന് പിന്തുണ തുടരുമെന്ന് സൂചിപ്പിച്ചിട്ടുണ്ട്. മിഡിൽ ഈസ്റ്റ് വിഷയത്തിൽ കൂടുതൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സമീപനം സ്വീകരിക്കാനാണ് ശ്രമിക്കുന്നത്. മറ്റൊരു വശത്ത് UKയിലെ വലതുപക്ഷ പാർട്ടിയായ റിഫോം UK ലേബർ പാർട്ടിയേക്കാൾ റേറ്റിംഗിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ രാഷ്ട്രീയ പ്രതിസന്ധികളെല്ലാം മറികടന്ന് തന്റെ ആദ്യ ക്യാബിനറ്റ് രൂപീകരിച്ച് തിങ്കളാഴ്ച കിങ് ചാൾസ് മൂന്നാമനെ കണ്ട് അദ്ദേഹം ഔദ്യോഗികമായി ഭരണം ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ബ്രിട്ടന് വീണ്ടും ഒരു പുതിയ പ്രധാനമന്ത്രി. പക്ഷേ ഈ മാറ്റം ഒരു വ്യക്തിയുടെ മാറ്റം മാത്രമല്ല, ബ്രിട്ടന്റെ ഭരണരീതിയും സാമ്പത്തിക നയങ്ങളും പൊതുസേവനങ്ങളും മാറ്റുമെന്ന് വാഗ്ദാനം ചെയ്യുന്ന ഒരു പുതിയ രാഷ്ട്രീയ പരീക്ഷണത്തിന്റെ തുടക്കമാണ്. ഇനി എല്ലാവരും ഉറ്റുനോക്കുന്നത് ആന്റി ബേൺഹാം പറഞ്ഞ റീവയർ ബ്രിട്ടൻ എന്ന ആശയം യാഥാർത്ഥ്യമാകുമോ എന്നാണ്. അല്ലെങ്കിൽ ബ്രിട്ടന്റെ രാഷ്ട്രീയ പ്രതിസന്ധി തുടരുമോ? അതുപോലെ ഇന്ത്യ UK ബന്ധം കൂടുതൽ ശക്തമാകുമോ എന്നതും അടുത്ത മാസങ്ങളിൽ വ്യക്തമാകും.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.